CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കയ്യാങ്കളി ഇപ്പോൾ ലഭിച്ച വാർത്തയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയത്തിലാണ് തർക്കം നടന്നത്. പ്രചാരണം മന്ദഗതിയിലാണെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ പത്മകുമാർ വിമർശിച്ചു. എന്നാൽ പത്മകുമാറിനെ എതിർത്ത് ഒരു വിഭാഗം രംഗത്തെത്തുകയായിരുന്നു. തുടർന്നാണ് വാക്കേറ്റത്തിലേക്കും കയ്യാങ്കളിയിലേക്കും എത്തിയത്. പ്രവീൺ പുരുഷോത്തമൻ നൽകും പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ. പ്രവീൺ, എന്താണ് ഇപ്പോൾ പത്മകുമാറിന്റെ വിമർശനം? ആരെങ്കിലും പ്രത്യേകമായി ഉദ്ദേശിച്ചാണോ അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത്? വലിയ വാക്കേറ്റമൊക്കെ ഉണ്ടായോ ഇതിനുശേഷം? വിനീത, CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്നിരുന്നു. എല്ലാ അംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമായും തോമസ് ഐസക്കിന്റെ പ്രചരണ വിഷയങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ചയായത്. കഴിഞ്ഞ ദിവസം മന്ത്രി VN വാസവൻ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു വിഭാഗം ഇപ്പോൾ തോമസ് ഐസക്കിന്റെ പ്രചരണം മോശമാണെന്ന ഒരു അഭിപ്രായം ഉയർത്തിയിരുന്നു. സംസ്ഥാന കമ്മിറ്റിക്കും അത്തരം ഒരു വിലയിരുത്തൽ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും തോമസ് ഐസക്കിന്റെ പ്രചരണം ആദ്യഘട്ടത്തിൽ വളരെ ഊർജിതമായി മുന്നോട്ട് പോവുകയും എന്നാൽ ഇപ്പോൾ ആ പ്രചരണം മന്ദഗതിയിലാണെന്ന ഒരു വിലയിരുത്തലാണ് സംസ്ഥാന കമ്മിറ്റിക്കുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മന്ത്രി VN വാസവൻ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുകയും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഒരു വിലയിരുത്തൽ അദ്ദേഹം നടത്തുകയും ചെയ്തത്. മന്ത്രി VN വാസവനും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം മന്ദഗതിയിലാണെന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയ ശേഷവും നടത്തിയത്. അതിനുശേഷമാണ് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കൂടിയത്. ഈ യോഗം നടന്ന് അതിന്റെ അവസാന ഘട്ടത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയത്തിൽ തോമസ് ഐസക്കിനെ പ്രചരണം ഊർജിതമല്ല എന്ന വാദവുമായി ജില്ലാ സെക്രട്ടറി അംഗം എ പത്മകുമാർ രംഗത്തെത്തുകയായിരുന്നു. ഇതിനെതിരെ ഒരു വിഭാഗം മറുപടിയുമായി യോഗത്തിൽ തന്നെ വന്നു. പ്രധാനമായും അത്തരം ആരോപണം ശരിയല്ല. എല്ലാ മേഖലകളിലും ഒത്തൊരുമയോട് കൂടിയാണ് ഈ പ്രചരണം മുന്നോട്ട് പോകുന്നത് എന്നായിരുന്നു പത്മകുമാറിനെ എതിർത്ത വിഭാഗത്തിന്റെ വാദം. എന്നാൽ പത്മകുമാർ തന്റെ വാദത്തിൽ ഉറച്ചു നിന്നു. പിന്നീട് പത്മകുമാറും ഹർഷകുമാറും തമ്മിൽ വാക്കേറ്റം നടന്നു. ഇരുവരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് പോയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത്തരത്തിൽ അംഗങ്ങൾ തന്നെ ഒരു കയ്യാങ്കളിയിലേക്ക് പോയിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ തോമസ് ഐസക്കിന്റെ പ്രചരണത്തെ ഒരു പക്ഷേ അത് മോശമായി ബാധിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഏതായാലും സംസ്ഥാന കമ്മിറ്റി വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം രണ്ട് ചേരിയായി തിരിഞ്ഞ് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുണ്ട് തോമസ് ഐസക്കിന്റെ പ്രചരണ സംബന്ധിച്ചുള്ള തോമസ് ഐസക് വിജയസാധ്യത കരുതുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് LDFനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രചാരണത്തിനിടെ ഉണ്ടാകുന്ന വാക്കേറ്റം, കയ്യാങ്കളി അതൊക്കെ വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. പാർട്ടിക്കകത്തും അതൊരു ഭിന്നതയിലേക്ക് നയിക്കാം. മറ്റ് മറുചേരിക്കാർ അതൊരു ആയുധമാക്കുകയും ചെയ്യുമല്ലോ. എങ്ങനെയായിരിക്കും അതിൽ തോമസ് ഐസക്കിന്റെ പ്രതികരണം ഉൾപ്പെടെ തേടിയിരുന്നോ? എന്താണ് നേതൃത്വത്തിന്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് CPIMന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടില്ല. അല്പസമയം മുമ്പാണ് യോഗം അവസാനിച്ചത്. ഈ യോഗത്തിനൊടുവിൽ പത്മകുമാർ രാജ്യഭീഷണി മുഴക്കിയാണ് ഈ യോഗത്തിൽ നിന്നും പുറത്തേക്ക് പോയത് എന്നും നമുക്ക് വിവരം ലഭിക്കുന്നു. അതിനർത്ഥം വളരെ ഗൗരവമായിട്ടുള്ള ഒരു തർക്കം തന്നെയാണ് ഈ യോഗത്തിനുള്ളിൽ നടന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമുക്കറിയാം, മാസങ്ങൾക്ക് മുമ്പ് തന്നെ തോമസ് ഐസക് പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ച് വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ചും തിരുവല്ലയിൽ മൈഗ്രേഷൻ കോൺക്ലേവ് ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. അതായത് നേരത്തെ തന്നെ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അതിൽ തന്നെ ഒരു അഭിപ്രായ ഏകീകരണം ഉണ്ടായിരുന്നു. തോമസ് ഐസക്കിനെ തന്നെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണം എന്ന് സംബന്ധിച്ച്. അതേസമയം തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു നേതാവായിരിക്കണം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്നൊരു വാദം കൂടി മറുഭാഗവും ഉയർത്തിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ തോമസ് ഐസക് തന്നെ സ്ഥാനാർത്ഥിയാകുകയും പിന്നീട് നാം കണ്ടതുപോലെ ആദ്യഘട്ടത്തിൽ വളരെ ഊർജിതമായിട്ടുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു വിമർശനം ഉയർന്നിരിക്കുന്നത് തോമസ് ഐസക്കിന്റെ പ്രചരണത്തിന് അത്ര വേഗത പോരാ. പല ഇടങ്ങളിലും വോട്ടർമാരെ കാണുന്ന സമയത്ത് പോലും പാർട്ടി അംഗങ്ങളുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നൊരു വിമർശനം കൂടി ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. ഇക്കാര്യമാണ് വിവരങ്ങൾ നൽകിയത്.